എൻ്റെ പേര് രഞ്ജിത വി കെ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂരിൽ നിന്നും വരുന്നു. ആദ്യമായി തന്നെ ഈ പരിശുദ്ധ അൾത്താരയിൽ നിൽക്കാൻ സാധിച്ചതിൽ കൃപാസന മാതാവിനും തിരുക്കുമാരനും എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ സാഹചര്യം എന്തെന്നാൽ, എൻ്റെ സഹോദരൻ 6.5 വർഷമായി ഒമാനിലായിരുന്നു. എന്നും അച്ഛനും അമ്മയും നാട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ പോലും എൻ്റെ സഹോദരൻ വരാറില്ല. പക്ഷേ പിന്നീടൊരിക്കൽ എങ്ങനെയോ മനമാറ്റമുണ്ടായി. മാർച്ച് 6-ന് ഇവിടെ നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു ടിക്കറ്റ് എടുത്തു. പക്ഷേ അന്നേ ദിവസം മാർച്ച് 6-ന് തന്നെ ഗ്യാസിൻ്റെ പൊള്ളലേറ്റു. 2 കൈയും കാലും പൊള്ളി അബോധാവസ്ഥയിൽ ഒമാനിൽ ഹോസ്പിറ്റലായിരുന്നു. അത് കഴിഞ്ഞ് ഏപ്രിൽ 10-ന് നാട്ടിലേക്ക് തിരിച്ചു വന്നു. ആ സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏപ്രിൽ 10 മുതൽ 15 വരെ ICUവിലായിരുന്നു. അതിനുശേഷം ഏപ്രിൽ 15-ന് വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും സഹോദരന് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. അതിനുശേഷം ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി കൃപാസനത്തിലേക്ക് വരാമെന്ന് തീരുമാനിച്ചു. കൃപാസനത്തിലേക്ക് വരുന്നതിന് തൊട്ടു മുന്നേ തന്നെ, ഞാൻ ഇവിടെ അറിയുന്നതിന് മുമ്പേ തന്നെ, PGക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ ഫ്രണ്ട് എനിക്ക് വിശുദ്ധ യൂദാശ്ലീഹയെ പറ്റി കൂടുതൽ പറഞ്ഞു തരാറുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ കോഴിക്കോടുള്ള കുരിശും പള്ളിയിൽ പോയി എല്ലായ്പ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്ത് അസുഖം വന്നാലും അവിടെ പോയി പ്രാർത്ഥിക്കുക പതിവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കേൾക്കാറുണ്ട് യൂട്യൂബിലേക്ക് കൃപാസനം ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഒരിക്കൽ ഒരാൾ വന്ന് എനിക്കൊരു നോട്ടീസ് കാണിച്ചു, കൃപാസനത്തിലേക്ക് പോകുന്നുണ്ട്, ഫ്രീ ആയിട്ട് ബസ്സിന് കൊണ്ടുപോവുകയാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കറിയില്ല ആലപ്പുഴയിൽ ഞാൻ എങ്ങനെ പോകും, എനിക്ക് വിശ്വാസം വരുന്നില്ല. അങ്ങനെ ഞാൻ കുറേ ദിവസം പ്രാർത്ഥിച്ചു, എവിടെയാണ് ഈ കൃപാസനം, എനിക്കിതിന് വിശ്വാസമുള്ള ആരെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ സുഹൃത്ത് ദിവ്യയ്ക്ക് ഇതിൽ നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ദിവ്യയും ഇപ്പോൾ നേരത്തെ ഇവിടെ സാക്ഷ്യം പറഞ്ഞ രമ്യയും ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു നമുക്ക് കൃപാസനത്തിലേക്ക് പോകാം. ഓരോ ദിവസം പോകാൻ തീരുമാനിക്കുമ്പോഴും ഡേറ്റ് നീണ്ടു പോകുന്നു, ഓരോരോ പ്രശ്നങ്ങൾ. അവസാനം ഞാൻ പറഞ്ഞു, മെയ് 28 എന്നൊരു തീയതി ഉണ്ടെങ്കിൽ അന്ന് കൃപാസനത്തിലേക്ക് പോയിട്ടില്ല, അവിടെ വെച്ച് ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ യാദൃശ്ചികമായി നേരത്തെ രമ്യ ഇവിടെ സൂചിപ്പിച്ച പോലെ അവളുടെ ഭർത്താവിനൊരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും അവൾ അന്ന് പിറ്റേ ദിവസം എന്നെ വിളിച്ചു പറയുകയും ചെയ്തു, നമുക്ക് കൃപാസനത്തിലേക്ക് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ 5:30-ക്കാണല്ലോ പ്രാർത്ഥനാ സമയം. പക്ഷേ ഈ 5:30 സമയത്ത് വീട്ടിൽ എൻ്റെ കസിൻ വന്ന് എൻ്റെ സഹോദരനെ കുളിപ്പിക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാം ഒരുക്കി കൊടുക്കുക ഞാനായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, അമ്മേ ഞാൻ എങ്ങനെ ഈ 5:30 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലും. പക്ഷേ പിറ്റേ ദിവസം ഞാൻ വീട്ടിലെത്തി, മെയ് 29-ന് വീട്ടിലെത്തിയപ്പോൾ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു, സഹോദരൻ എങ്ങനെയാണ് കുളിച്ചതൊക്കെ. അപ്പം ഇന്ന് ഒറ്റയ്ക്കാണ് കുളിച്ചതും പ്രാഥമിക കർമ്മങ്ങളെല്ലാം ചെയ്തതും. അതെല്ലാം അമ്മയുടെയും യേശുവിൻ്റെയും ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സാധിച്ചത്. കാരണം ഡോക്ടർ പറഞ്ഞത് 5 മാസം പിടിക്കും സഹോദരൻ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും നടക്കാനുമൊക്കെ. പക്ഷേ ഈ ഒരു 3 മാസത്തിൻ്റെ ഇടവേള കൊണ്ട് തന്നെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും നടന്നു പോകാനുമെല്ലാം സാധിച്ചു. വേറൊരു ഉടമ്പടി കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെറുതായിട്ട് കവിതകളൊക്കെ എഴുതുമായിരുന്നു. എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ മാത്രം പതിവായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ കോഴിക്കോട് വാട്ടർ അതോറിറ്റി, മലാപ്പറമ്പ് വാട്ടർ അതോറിറ്റിയിൽ ബാക്ടീരിയോളജിസ്റ്റായിട്ട് 1.5 വർഷക്കാലം വർക്ക് ചെയ്തിരുന്നു. ആ സമയം വർക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് ജോലി കിട്ടുന്നതിൻ്റെ മുന്നേയൊക്കെ തന്നെ ഞാനിങ്ങനെ യൂട്യൂബ് നോക്കുക പതിവായിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായി കാർമൽ സിസ്റ്ററുടെ ഒരു യൂട്യൂബ് കാണുകയുണ്ടായി. ആ ഒരു വീഡിയോ പ്രോഗ്രാമിൽ എന്താണെന്ന് ഒരു വചനം എനിക്ക് കിട്ടും. ലൂക്ക 18:27, അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മറ്റൊരു വചനം നെഹമിയ 19:20, സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. ഈ 2 വചനവും ഞാൻ എൻ്റെ റൂമിൽ എഴുതി ഒട്ടിച്ചു വെച്ചു. എന്നും പഠിക്കുന്നതിന് തൊട്ട് മുന്നേ 33 തവണ ഈ 2 വചനങ്ങളും ചെല്ലാറുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഞാൻ കേട്ടറ്റ് എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് ഞാൻ ഈ വചനങ്ങൾ ചൊല്ലി പഠിക്കുക മാത്രം ചെയ്യുകയും ചെയ്ത് ആ സമയത്ത് എനിക്ക് നല്ല മാർക്കും കിട്ടാറുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ വചനങ്ങൾ എനിക്കൊരു ആവേശമായി തീർന്നു. അങ്ങനെ 3-4 നോട്ട്ബുക്ക് നിറയെ വചനങ്ങൾ എഴുതി വെക്കുക, ഡയറികൾ മേടിച്ച് വചനങ്ങൾ എഴുതി വെക്കുക. അങ്ങനെ 1 മാസം കഴിഞ്ഞ് യേശുദേവൻ വാട്ടർ അതോറിറ്റിയുടെ ബിൽഡിങ്ങിൽ കൂടെ നടക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു. അങ്ങനെ 1 ആഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് അവിടുന്ന് ഇൻ്റർവ്യൂ ലെറ്റർ വരികയും അവിടെ ജോലി കിട്ടുകയും ചെയ്തു. അങ്ങനെ 1.5 വർഷക്കാലത്തെ വർക്കിംഗ് കഴിഞ്ഞു. ഞാൻ അവിടുന്ന് എൻ്റെ വർക്ക് കഴിഞ്ഞു വന്നു. പിന്നെ ആ ഗ്രൂപ്പിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അംഗമായിരുന്നു. അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്രതീക്ഷിതമായി ഞാനൊരു മെസ്സേജ് കണ്ടു. വാട്ടർ അതോറിറ്റിയുടെ സാഹിത്യ സംഘടനയായ തെളിനീർ സ്മാരക ട്രസ്റ്റ് ഒരു കവിതാ മത്സരം നടത്തുന്നു.
അപ്പോൾ അതിൻ്റെ ടോപ്പിക്ക് മിഴികളിൽ ഒഴുകുന്ന പുഴയും കഥ മരിക്കാത്ത ഓർമ്മകൾ. അപ്പോൾ രണ്ടും എനിക്ക് വല്ലാത്ത ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, എങ്ങനെയാണ്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, നീ അയച്ചോ, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയിന്ന്. അങ്ങനെ ഞാൻ അയച്ചു. പക്ഷേ ഫസ്റ്റിൽ തന്നെ എനിക്ക് മികച്ച രചനയ്ക്കുള്ള സർട്ടിഫിക്കറ്റിന് തിരഞ്ഞെടുക്കുകയും തുടർന്ന് ഓരോ 3 മാസം കഴിയുമ്പോഴും ഇങ്ങനെ ഓരോ മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിലൊക്കെ എനിക്ക് മികച്ച രചന കിട്ടാറുണ്ടായിരുന്നു. അതെനിക്കൊരു വളരെ വലിയൊരു നേട്ടമായിരുന്നു. അതുമല്ല, ഇവിടെ ഞങ്ങൾ 4-ാം തീയതി നവംബർ 4-ന് ധ്യാനം കൂടാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടായിരുന്നു. പക്ഷേ അതേസമയം അന്താരാഷ്ട്ര പുസ്തകോത്സവം തിരുവനന്തപുരത്ത് നടക്കുകയാണ് നവംബർ 1 മുതൽ 7 വരെയുള്ള ഡേറ്റിൽ. അപ്പോൾ 4-ാം തീയതി ബുക്ക് ചെയ്ത് 5-ാം തീയതി ഇവിടെ എത്തണമല്ലോ. അതേ സമയം തന്നെയാണ് അവിടെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ എനിക്ക് ആ സദസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, ആ ഒരു വിഷമമുണ്ട്. അപ്പോൾ എന്നും വൈകുന്നേരവും രാവിലെയും പ്രാർത്ഥിക്കാറ്, ജപമാല ചൊല്ലുമ്പോഴും സന്ധ്യാസമയ പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയൊക്കെ എനിക്ക് ലാസ്റ്റ് ദിവസമെങ്കിലും അവിടെ പങ്കെടുക്കാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 2-ാം തീയതി തെളിനീറിൻ്റെ പ്രസിഡന്റ് എന്നെ വിളിച്ചു പറഞ്ഞു, രഞ്ജിത, നിനക്ക് കഥയ്ക്ക് പ്രത്യേക പുരസ്കാരത്തിനുള്ള അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. 7 പേരെയാണ് ആ ഒരു മൊമെൻറ്റോയ്ക്ക് സെലക്ട് ചെയ്തത്. ആ 7 പേരിൽ ഒരാളാവാൻ സാധിച്ചത് അത് ദൈവത്തിൻ്റെ, അതായത് തിരുക്കുമാരൻ്റെയും മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. കാരണം എഴുത്തിൻ്റെ ലോകത്ത് എന്നെ അങ്ങനെ ഉയർത്തിത്തരാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. അതുകൂടാതെ തന്നെ എൻ്റെ അമ്മയ്ക്ക് സഹോദരൻ ഇങ്ങനെ അസുഖമായത് കാരണം അമ്മയ്ക്ക് ചെറുതായിട്ട് മാനസിക അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു. അതിന് ജൂൺ 19-ന് അമ്മ ഇതുപോലെ ഒറ്റയ്ക്ക് ബീച്ചിൽ പോയി അവിടുന്ന് ആത്മഹത്യാ ശ്രമം നടത്തി. പക്ഷെ അവിടുന്ന് പോലീസുകാർ ഇടപെട്ട്, എൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഒരു പോലീസ് ഓഫീസറാണ്, അപ്പോൾ അവരറിയുന്ന ആളുകളായിട്ട് ബന്ധപ്പെട്ട് അമ്മയെ രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞ് വീണ്ടും അമ്മ ആഗസ്റ്റ് 11-ന് വീണ്ടും സ്വന്തം തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചു. അത് വീട്ടിനടുത്തുള്ള ഒരു ചേച്ചിയും മകനും കൂടെ കണ്ട് അങ്ങനെ രക്ഷപ്പെടുത്തി. ഇതിനിടയിൽ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഞാനും എൻ്റെ ഫ്രണ്ട്സും, നേരത്തെ രമ്യ സൂചിപ്പിച്ചല്ലോ ഒരു കൃപാസന ഗ്രൂപ്പ് ഞങ്ങൾ ഫോം ചെയ്തു എന്ന് പറഞ്ഞ്, ആ ഒരു കൃപാസന ഗ്രൂപ്പിൽ ഞാനും അംഗമായിരുന്നു. അതിന് ഞങ്ങൾ എല്ലാവരും പത്രങ്ങൾ കൊണ്ടുകൊടുക്കാൻ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഹോസ്പിറ്റലിലും വഴിയോരങ്ങളിലും കൊണ്ടുകൊടുക്കാറുണ്ട്, ഭക്ഷണങ്ങൾ കൊണ്ടുകൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ജൂൺ 12-ന് ആദ്യത്തെ അന്നദാനം അതുപോലെ നടത്തിയതിന് ശേഷം ജൂൺ 13-ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവെ, കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ കാശില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് രാവിലെ തന്നെ എൻ്റെ മാമൻ്റെ അവിടെയുള്ള സ്കൂൾ മാധവാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് താൽക്കാലികമായൊരു ടീച്ചറെ ഒഴിവിലേക്ക് എനിക്ക് kiട്ടുകയും ചെയ്തു. പിന്നെ അങ്ങനെ കുറേ കഴിഞ്ഞ് ഞാൻ വീണ്ടും വെറുതെ വീട്ടിലിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത് ഒക്ടോബർ മാസത്തിൽ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു, ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവളന്ന് വിളിക്കുന്നതിൻ്റെ രാവിലെ തന്നെ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, നിന്നെ വിളിച്ച കുട്ടിക്ക് എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന്, നീ എന്തായാലും ഒരു വെഞ്ചരിച്ച ലോക്കറ്റ് അവൾക്ക് കൊടുക്കണമെന്ന്, ഒരു പത്രവും കൊടുക്കണമെന്ന്. ഞാൻ അത് അവൾക്ക് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അവൾ പറഞ്ഞു, ഇന്ന് ട്രെയിൻ ഒരു വശത്തു കൂടെ മാത്രം ട്രെയിൻ പോകാറുള്ള അതേ സമയത്ത് 2 ട്രെയിൻ ഒരുമിച്ച് പോയി. ഞാൻ തൊട്ടില്ല പോലെയായിരുന്നു ട്രെയിൻ എൻ്റെ അടുത്ത് കൂടെ പോയത്. ആരോ എന്നെ എടുത്തു വെച്ച ഒരു അനുഭവമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ആരുമല്ല, നിനക്ക് ഞാൻ ഇന്നലെ ഒരു ലോക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ കന്യക മാതാവ് തന്നെയാണ് നിന്നെ രക്ഷിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്കും അതുപോലെ ഈ കന്യകാമറിയത്തോട് വളരെയധികം ഒരു വിശ്വാസം ഉണ്ടാവുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഈ മാസം 14-ാം തീയതി ഞാനൊരു സ്വപ്നം കണ്ടു. അതായത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ തറവാട്ടമ്പലത്തിൽ കൊടുങ്ങല്ലൂരമ്മയാണ്. ഞാനൊരു കൃഷ്ണഭക്തിയുള്ള ആളാണ്. അപ്പോൾ നീ ഇപ്പോൾ ആകെ മാറിപ്പോയോ, നീ അമ്പലവും ആയിട്ട് നടക്കുന്ന ആളാണ്, അപ്പം നിനക്ക് 90% നീ ക്രിസ്തു മതത്തിലേക്കാണോ 10% ഹിന്ദു മതത്തിലേക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ലടോ, എനിക്ക് എല്ലാ മതത്തിലും വിശ്വാസമുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് തന്നെ മാറ്റങ്ങൾ വരുത്തി, എനിക്ക് സ്വപ്നത്തിൽ കൂടെ കണ്ടിട്ട് അങ്ങനെ ഞാൻ മാറിയതാണ്, പക്ഷേ എനിക്ക് അതുകൊണ്ട്. അപ്പോൾ രാത്രി ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്താ ദൈവമേ, എനിക്കെല്ലാം വേണം, എന്താ അങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ പുലർച്ചയ്ക്ക് 3:10-ന് ഞാൻ ഞെട്ടി ഉണർന്നു. യോഹന്നാൻ 10:14 എന്നോട് നോക്കാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. പിന്നെ ഞാൻ എഴുന്നേറ്റു, ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്തു. ഞാൻ കണ്ടു യോഹന്നാൻ 10:14, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിച്ചു കൊള്ളും എന്ന ഒരു വചനമാണ് എനിക്ക് കിട്ടിയത്. അതുകൂടാതെ തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അതായത് മെയ് 28-നാണല്ലോ ഞാൻ ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ജൂൺ 29-ന് പുലർച്ചയ്ക്ക് ഞാൻ ഞെട്ടി ഉണർന്നത് ഉടമ്പടി പേടകം സ്വപ്നം കണ്ടുകൊണ്ടാണ്. അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നത്, നമുക്ക് മനസ്സിൽ എത്ര വിഷമങ്ങളുണ്ടെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായാലും തന്നെ ഏതെങ്കിലും ഒരു വിധത്തിൽ വചനമായിട്ടെങ്കിലോ അല്ലെങ്കിൽ സ്വപ്നദർശനമായിട്ടെങ്കിലോ മാതാവ് യേശുദേവന് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ
എൻ്റെ സഹോദരൻ അസുഖമായ സമയത്ത് ഹോസ്പിറ്റലിൽ കയറിയിറങ്ങുക, ഭക്ഷണം കഴിക്കാനൊന്നും എനിക്ക് സമയമില്ല. അപ്പോൾ എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞു, നീ എന്താ ക്ഷീണിച്ചിരിക്കുന്നത്, എൻ്റെ മുടിയൊക്കെ വല്ലാതെ കൊഴിഞ്ഞല്ലോ. ഞാനത് ഉടമ്പടിയിൽ വെച്ചിരുന്നു, എന്താ അമ്മ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റി. അങ്ങനെയുള്ള ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, അതൊന്നും ആയിട്ടില്ല. ഇത്രയും അനുഭവങ്ങളാണ് എനിക്കുണ്ടായത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ദൈവത്തിന് നല്ല ആത്മാർത്ഥമായിട്ട് വിളിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും വചനം യേശുവാണ് എന്നുള്ള സത്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ ഓരോ വചനം ചൊല്ലുമ്പോഴും ഫേസ്ബുക്കിലൊക്കെ നോക്കി ഒരു കൃപാമാതാവ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ ഞാൻ ഓരോ ദിവസവും ഓരോ വചനം ഇടും. അപ്പോൾ ഞാൻ എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അതുമായി സംബന്ധിച്ച ഒരു വചനമായിരിക്കും എനിക്ക് കിട്ടുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പ്രാർത്ഥനയിൽ കൂടെ എനിക്ക് വചനങ്ങളെക്കുറിച്ച് കൂടുതൽ അടുക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഞാൻ പറഞ്ഞു, യേശുവും കൃപാസന മാതാവും എപ്പോഴും നമ്മൾ എങ്ങനെ വിളിച്ചാൽ, ഏത് സമയത്ത് വിളിച്ചാൽ, ഏത് അപകട മേഖലയിലും നമ്മളെ രക്ഷിക്കാൻ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവാൻ സാധിച്ചു. അങ്ങനെ ഇവിടെ എത്തിച്ചു തന്നതിൽ യേശുദേവനും കൃപാസന മാതാവിനും ഞാൻ അങ്ങേയറ്റം നന്ദി പറയുന്നു.